തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. മുന്നറിയിപ്പുമായി ഖത്തർ. ഗൾഫിലെ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തുമെന്ന് സൂചന. ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം അതീവ ഗുരുതരമെന്ന് രാജ്നാഥ് സിംഗ്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 1 മാസത്തെ ഇളവ് നൽകിയ അമേരിക്ക. 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉടനെത്തും. കേരളത്തിൽ പാചകവാതക ക്ഷാമത്തിനു സാധ്യത. വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തി കമ്പനികൾ. ലെബനൻ പട്ടണങ്ങളിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തി ഇസ്രായേൽ. ആക്രമണം അടുത്ത ഘട്ടത്തിലെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ്. വേണ്ടിവന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാൻ. ഇറാനുമായി കരയുദ്ധത്തിനില്ലെന്നും ഇനി ലക്ഷ്യം ക്യൂബയെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നയതന്ത്രജ്ഞരെ പിൻവലിക്കുകയാണെന്ന് അസർബൈജാൻ. അനുനയ ശ്രമങ്ങളോട് വഴങ്ങാതെ ജി സുധാകരൻ. തൽക്കാലം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല. പി.കെ. ശശിക്കെതിരെ നിയമ നടപടിക്ക് CPM. വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളി തിളക്കം. അഭിമാനമായി അജയ് ആർ രാജിന്റെ 109ാം റാങ്ക്. നേട്ടം കാഴ്ച പരിമിതിയെ അതിജീവിച്ച് 18ാം റാങ്കിൽ തിളങ്ങി എസ് ശ്രുതി. 57ഉം 271ാം റാങ്കും മലയാളികൾക്ക്. കാസർകോട്ടെ ജസീലയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിന്റെ മാതാവ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. ജാസ്ലിയുടെ അപകട മരണത്തിൽ ഒളിവിലായിരുന്ന പ്രതി ഡോക്ടർ സിറിയക് ജോർജ് പിടിയിൽ. സിറിയക് ഒളിച്ചിരുന്നത് വാഗമണ്ണിൽ. വയനാട് തുരങ്കപാത പദ്ധതിക്ക് തുടക്കം. ഫസ്റ്റ് ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് മുഖ്യമന്ത്രി. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷ. താമരശ്ശേരി ചുരം ഒഴിവാക്കി 35 കിലോമീറ്റർ യാത്രാ ദൂരം ലാഭിക്കാം. ചിരകാല സ്വപ്നത്തിന് ഇനി ബ്ലാസ്റ്റിംഗ് വേഗതയെന്ന് മുഖ്യമന്ത്രി. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. നിർമ്മാണ വിതരണ വിഹിതം കൂട്ടിച്ചോദിച്ചതിനാണ് വിലക്ക്. ചിത്രവുമായി കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്കിന്റെ നിർദ്ദേശം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലെബനൻ പട്ടണങ്ങളിൽ ഇസ്രായേലി ജെറ്റുകൾ വ്യാപകമായി ബോംബാക്രമണം നടത്തി. തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലാണ് രൂക്ഷമായ ആക്രമണം. സംഘർഷം ആഗോള വ്യാപാര ഊർജ്ജ വിതരണത്തെയും തടസ്സപ്പെടുത്തുന്നു. യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഗൾഫിലെ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തുമെന്നും ഖത്തർ സൂചന വ്യക്തമാക്കുന്നു. ഇറാനിൽ നിന്ന് നയതന്ത്രജ്ഞരെ പിൻവലിക്കുകയാണെന്ന് അസർബൈജാൻ വ്യക്തമാക്കി. അസർബൈജാനിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. ഖത്തർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇപ്പോൾ നമ്മൾ ഈ യുദ്ധം അധികം നാൾ നീണ്ടുപോകില്ല എന്ന് വിചാരിച്ചു. ഇറാന്റെ തിരിച്ചടി തുലോം പരിമിതമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി വിജയിക്കുമെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ യുദ്ധം അനന്തമായി നീളുന്ന പശ്ചാത്തലം. ഖത്തർ അടക്കമുള്ള ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ ഗൾഫ് മേഖലയൊക്കെ നിശ്ചലമായാൽ നമുക്കറിയാം ഏറ്റവും അധികം ബാധിക്കുക ഏഷ്യൻ രാജ്യങ്ങളെ ആയിരിക്കും, സംശയമില്ല. അതിലേക്കാണോ കാര്യങ്ങൾ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം അനുസരിച്ച് സാമ്പത്തിക മേഖലയെ വലിയ ആഘാതം ഏൽപ്പിക്കും ഈ യുദ്ധം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഖത്തർ ഇത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നൽകിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബ്രിങ് ഡൗൺ എക്കോണമീസ് ഓഫ് ദ വേൾഡ് എന്നാണ് ഖത്തർ പറയുന്നത്. എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും ബാധിക്കുന്ന തരത്തിലേക്ക്, ലോകത്തെ എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും പ്രശ്നത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം ഖത്തർ വ്യക്തമാക്കുന്നത് ഗൾഫ് എനർജി എക്സ്പോർട്ടേഴ്സ് പ്രധാനമായും അവരുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നു എന്നതാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമാകും. ഇത് എണ്ണയുടെ വില ബാരലിന് $150 ഉയർത്തും.
ഈ എപ്പിക് ഫ്യൂറി എന്ന ഈ അമേരിക്കൻ ഓപ്പറേഷൻ ഏതാണ്ട് 3700 കോടി രൂപയുടെ ഒരു സാമ്പത്തിക നഷ്ടമാണ് ആദ്യത്തെ 100 മണിക്കൂറിൽ ഉണ്ടാക്കുന്നത് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാം എന്ന വിഷയം ഇത് നീണ്ടുപോകുന്നു എന്ന് വരുമ്പോൾ അത് ആശങ്ക പരത്തുകയും ചെയ്യുന്നു. ഖത്തർ നമുക്കറിയാം ലോകത്തെ 2ാമത്തെ വലിയ ഒരു LNG ഉൽപ്പാദന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് ആക്രമണം വരുന്നൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ റാസ് ലഫാൻ കേന്ദ്രത്തിലേക്ക് ആക്രമണം വരുന്ന ഒരു സാഹചര്യത്തിൽ ഗ്യാസ് എക്സ്പോർട്ടുകൾ തടസ്സപ്പെടുന്നു. പ്രത്യേകിച്ച് യൂറോപ്പ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടും. ഇത് തുടർന്നാൽ അത് ഏഷ്യൻ ബയേഴ്സിനും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, യൂറോപ്യൻ കസ്റ്റമേഴ്സിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകുകയാണ്. അതേസമയം ഇപ്പോൾ ഏറ്റവും ഒടുവിലെ അസർബൈജാൻ അവരുടെ ഡിപ്ലോമാറ്റുകളെ ഇറാനിൽ നിന്ന് മാറ്റുന്നു. അതോടൊപ്പം ഈ ടെൽ അവീവിൽ ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ്റെ ആക്രമണം രൂക്ഷമായി ടെൽ അവീവിന് നേരെ തുടരുന്നുവെന്നാണ് വിവരം. ഇന്തോനേഷ്യ അവരുടെ പൗരന്മാരെ ഇറാനിൽ നിന്ന് ദ്രുതവേഗതയിൽ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഇന്തോനേഷ്യൻ പൗരന്മാർ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. 329 പേര് അവിടെ ഉണ്ട് എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. അവരെ വിദ്യാർത്ഥികളാണ്, കോമിലുള്ള വിദ്യാർത്ഥികൾ. അവരെ പെട്ടെന്ന് മാറ്റാനുള്ള ശ്രമം ഇന്തോനേഷ്യ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവാക്വേഷൻ നടപടികൾക്ക് പല രാജ്യങ്ങളും തുടക്കം കുറിക്കുന്നു. ലെബനൻ ഇപ്പോൾ ഒരു കീ ഫ്ലാഷ് പോയിൻ്റായി മാറുകയാണ്. അവിടെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു. ബെയ്റൂട്ടിലേക്ക് ഡ്രോണുകളുടെ ആക്രമണം നടക്കുന്നു. മാത്രമല്ല ഈ സംയുക്ത സേന അവിടെ നിന്ന് ശക്തമായ മിസൈൽ ആക്രമണവും നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ ഇറാൻ അവരുടെ സർക്കാർ പ്രവർത്തനങ്ങൾ ഭാഗികമായി ആരംഭിക്കാനൊക്കെയുള്ള ഓഫീസുകളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഭാഗികമായി ആരംഭിക്കാനൊക്കെയുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും സാഹചര്യം അതീവ രൂക്ഷമാകുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇറാനിൽ പല കേന്ദ്രങ്ങളിലും ഈ അയത്തുള്ള ഖംനേയിയുടെ മരണത്തിന് ശേഷം ചില പ്രത്യേക പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന നിലയിൽ അവിടെ നടന്ന പ്രാർത്ഥനാ യോഗങ്ങൾ ഈ കൊലപാതകത്തിന് ശേഷം നടന്ന വരുന്ന വെള്ളിയാഴ്ച എന്ന നിലയിൽ വിപുലമായ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നു. ആ യോഗങ്ങളിൽ എല്ലാം അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഒക്കെ ഈ പ്രാർത്ഥനാ മധ്യ ആളുകൾ ഉയർത്തുന്നു എന്ന വിവരങ്ങൾ കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. തെഹ്റാനിൽ ഒരു ആക്രമണം ഇപ്പോൾ അല്പം മുമ്പ് നടന്നിരിക്കുന്നു. ഇറാനിലെ നൂർ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത്. തെഹ്റാനിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നു. അവിടെ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ആക്രമണം നടന്നത്. സിവിലിയൻസിനെ ഈ ആക്രമണം ബാധിക്കാനിടയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. എമിറേറ്റ്സ് വ്യക്തമാക്കുന്നത് തങ്ങളിപ്പോൾ 30,000-ത്തിലധികം ആളുകളെ ദുബൈയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ശ്രമം വിജയിച്ചു എന്ന് പറയുന്നു. ഏതാണ്ട് 30,000-ത്തോളം ഈ യുദ്ധം ആരംഭിച്ച ശേഷം 30,000-ത്തോളം യാത്രക്കാരെ ദുബൈയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സഹായിച്ചതായി എമിറേറ്റ്സ് ഇപ്പോൾ അവകാശപ്പെടുന്നു. ഇറാൻ ആർമി ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അത് കുവൈറ്റിലുള്ള അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണം ഇറാൻ ആർമി നൽകുന്നു. വെസൽ കപ്പലിന് തീപിടിച്ചതായി ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്താണ്. അത് ഓപ്പറേഷണൽ കമാൻഡ് ഓഫ് ഇറാൻ ആംഡ് ഫോഴ്സസ് ആണ് ഈ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ ആകട്ടെ ഒരു ന്യൂ ജനറേഷൻ മിസൈൽ പരീക്ഷണം നടത്തിയതിനെ സംബന്ധിച്ച് പറയുന്നു. അത് അമേരിക്കൻ ബേസസ് ഗൾഫിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ബെൻഗുറിയോൺ എയർപോർട്ട്, ഹൈഫ, ടെൽ അവീവ് തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കും പുതിയ തരം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന് IR
GC വ്യക്തമാക്കുകയാണ്. ഇറാൻ ആകട്ടെ ചില എയർക്രാഫ്റ്റുകൾ അതിർത്തി കടക്കാൻ ശ്രമിച്ച ചില എയർക്രാഫ്റ്റുകളെ തടഞ്ഞതായി വ്യക്തമാക്കുന്നു. ഹോസ്റ്റൈൽ എയർക്രാഫ്റ്റ്സ് എന്ന പ്രയോഗമാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള വിമാനങ്ങൾ അവരുടെ ആകാശ വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് മഷ്ഹാദ് നഗരത്തിന് മുകളിലൂടെ പറക്കാൻ ശ്രമിച്ച വിമാനങ്ങളെയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ലെബനനിലാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യം ഉള്ളത്. അവിടുത്തെ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് ലെബനൻ രൂക്ഷമായ സാഹചര്യങ്ങളിലാണ്. പ്രത്യേകിച്ച് ഈ വടക്കൻ മേഖലയിൽ ആക്രമണം നടന്നു. പക്ഷേ സദേൺ സബർബുകളിൽ കൂടുതൽ രൂക്ഷമായ ഒരു ആക്രമണം വരുന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. IRRC അതായത് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ലെബനനിൽ ചില സഹായങ്ങൾ നടത്തുന്നുണ്ട്, ആളുകളെ അവിടുന്ന് മാറ്റുന്നതിനും മറ്റുമായി. അപ്പോൾ ICRC ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ റെഡ് ക്രോസ് ഇവാക്വേഷൻ പരിപാടികൾ തങ്ങൾ നടത്തുന്നു എന്ന വിവരങ്ങൾ നൽകുന്നു. മാത്രമല്ല ഒരു എലിമെൻ്ററി സ്കൂൾ ടാർഗറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ടെഹ്റാനിലെ ഒരു എലിമെൻ്ററി സ്കൂൾ ടാർഗറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ കൂടി ഇറാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നേരെ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഒക്കെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നൊരു ഘട്ടത്തിൽ അത് ഒഴിവാക്കണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ഇറാനിൻ്റെ പ്രസിഡന്റ് മൗസൂദ് പെഷ്കിഷിയാൻ വ്യക്തമാക്കുന്നത് ഒരു കാര്യം, തങ്ങൾ അനുരഞ്ജനത്തിന് തയ്യാറാണ്. അപ്പോൾ പെസെഷ്കിയാൻ്റെ ഈ നിലപാട് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ള അനുരഞ്ജനങ്ങൾക്ക് ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാണ് എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് പറയുന്ന യുദ്ധം തുടരും, കരയുദ്ധത്തിൻ്റെ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വാർത്ത, പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷത്തിന് ശേഷം തങ്ങൾ ക്യൂബയെ ലക്ഷ്യം വെക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ക്യൂബൻ ഭരണകൂടം നിലവിൽ അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. And you've been doing a fantastic job on a place called Cuba. And A-Rod came in before. I said, hey, do you want to come up to a little award? He's gone to plenty of award ceremonies. Thank you, A-Rod. Big fan. But what's happening with Cuba is amazing. And we think that we want to finish this one first, but that will be just a question of time before you and a lot of unbelievable people are going to be going back to Cuba. Hopefully not to stay. We want you back, and we don't want to lose you. We don't want to make it so nice that they stay. But some people probably do want to stay. They love Cuba so much. I hear it all the time. That was another one that wasn't supposed to happen. Venezuela is going great. It's been stabilized. We have a wonderful person as your president-elect, Delcy Rodriguez, and she and her staff have been doing a fantastic job working with us. We're taking out hundreds of millions of barrels of oil, and it's going to Houston and various other places where it's being refined, and we're sending them back far more money than they've made in many years, and actually very shortly it'll be more money than they've ever made. And Venezuela is working. So we've had a lot of countries in places that truly love, you would say football, I would say soccer. പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം അതീവ ഗുരുതരമാണ്. ഇത് സാമ്പത്തിക രംഗത്തെയും ആഗോള വ്യാപാരത്തെയും മോശമായി ബാധിക്കും. ക്രൂഡ് ഓയിൽ, ഗ്യാസ് ഇറക്കുമതി എന്നിവ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും രാജ്നാഥ് പറഞ്ഞു. यदि हम स्ट्रेट ऑफ हार्मुज या पूरे पर्शियन गल्फ क्षेत्र को देखें तो यह विश्व की एनर्जी सिक्योरिटी का एक अत्यंत महत्वपूर्ण क्षेत्र है. जब इस क्षेत्र में डिस्टर्बेंस या डिसरप्शन होता है तो उसका सीधा असर ऑयल और गैस की सप्लाई पर पड़ता है. यही नहीं, आज हम सप्लाई चेन डिसरप्शन केवल ऊर्जा क्षेत्र में ही नहीं बल्कि अन्य क्षेत्रों में भी देख रहे हैं. इन अनसर्टेनिटीज का सीधा प्रभाव इकोनॉमी और ग्लोबल ट्रेड पर पड़ता है. साथियों, वर्तमान में सिचुएशन काफी कॉम्प्लिकेटेड हो गई है. एवं ऐसा प्रतीत होता है कि आगे जाकर ये और डायनेमिक ही होती जाएगी.
और आज जिस तरह अलग अलग देश लैंड पर, एयर में, सी में और अब तो स्पेस तक में एक दूसरे को टक्कर ले रहे हैं, बस वास्तव में यह हम सभी के लिए चिंता का विषय है। यह एक एबनॉर्मल सिचुएशन है, मैं ऐसा मानता हूं। What I consider as more worrying is the fact that this abnormalcy is becoming the new normal. ഇറാൻ US യുദ്ധം തുടരുന്നത് കേരളത്തിലും പാചകവാതക ക്ഷാമം ഉണ്ടാക്കുമെന്ന ആശങ്ക. വാണിജ്യ സിലിണ്ടറുകൾ ഫിൽ ചെയ്യുന്നത് കമ്പനികൾ നിർത്തി. വാണിജ്യ സിലിണ്ടറുകൾക്കായി വാഹനങ്ങൾ അയക്കേണ്ടെന്നാണ് ഡീലർമാർക്കുള്ള നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കേരളത്തിലും ആശങ്കകൾ കൂട്ടുകയാണ്. പാചകവാതക വിതരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. സംസ്ഥാനത്തെ പാചകവാതക കമ്പനികൾ, പാചകവാതകം നിറയ്ക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ അവർ ഡീലർമാരോട് ക്ഷാമ സാധ്യത സൂചനകൾ നൽകിക്കഴിഞ്ഞു. പല പ്ലാന്റുകളിലും ഇന്ന് രാവിലെ നൽകിയ സന്ദേശം അനുസരിച്ച് കൊമേഴ്സ്യൽ വാഹനങ്ങൾ, കൊമേഴ്സ്യൽ ഗ്യാസ് നിറയ്ക്കാനെത്തുന്ന വാഹനങ്ങൾ എത്തേണ്ട എന്ന നിർദ്ദേശമാണ് രാവിലെ നൽകിയത്. അല്പസമയം മുമ്പ് അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ഓർഡർ ചെയ്തിട്ടുള്ളവ എടുക്കാം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ധനക്ഷാമം അധികം അകലെയല്ല എന്ന സൂചനകളാണ് നൽകുന്നത്. സിറ്റി ഗ്യാസ് പദ്ധതി വഴി വീടുകളിലേക്ക് എത്തുന്ന പാചകവാതകത്തിനും ക്ഷാമമുണ്ടാകാം. അതും അധികം വൈകാതെ ഈ യുദ്ധ സാഹചര്യം ഇതേപടി തുടരുകയാണെങ്കിൽ അതും നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഈ ഗ്യാസ് കമ്പനികളിൽ നിന്നൊക്കെ വരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ വിതരണക്കാരും ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാന്റുകളിലേക്ക് കൊമേഴ്സ്യൽ വാഹനങ്ങൾ, കൊമേഴ്സ്യൽ ഗ്യാസ് ഫില്ല് ചെയ്യാനെത്തുന്ന വാഹനങ്ങൾ അയക്കേണ്ട സന്ദേശമാണ് ഇന്ന് രാവിലെ നൽകിയത്. അതിൽ ചില കമ്പനികൾ അല്പസമയത്തിന് മുമ്പ് ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥിതിഗതികൾ രൂക്ഷമാകാനിടയുണ്ട്. ഇപ്പോൾ വീട്ട് ആവശ്യങ്ങളിൽ, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണത്തെ ഇത് ആ രീതിയിൽ ഉടൻ ബാധിക്കുമെന്ന സൂചനകളില്ല. എങ്കിലും അതും അധികം വൈകാതെ യുദ്ധ സാഹചര്യം ഇതുപോലെ തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ പാചകവാതക ഉൾപ്പെടെയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുമെന്ന സൂചനകളുണ്ട്. കൊമേഴ്സ്യൽ ഗ്യാസിനെയാണ് ഈ ഘട്ടത്തിൽ, കൊമേഴ്സ്യൽ പാചകവാതകമാണ് ഈ ഘട്ടത്തിൽ ഒരു ആശങ്ക ഉയർത്തുന്നത്. പക്ഷേ വൈകാതെ മറ്റ് വിഭാഗങ്ങളിലേക്ക് അത് മാറ്റിയേക്കാം. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന, ഗ്യാസ് നിറയ്ക്കുന്ന നിരവധി വാഹനങ്ങൾ ഇപ്പോൾ CNG വാഹനങ്ങൾ നിരവധി സംസ്ഥാനത്ത് ഓടുന്നുണ്ട്. അവയുടെ പ്രവർത്തനത്തെയും ഇത് ബാധിച്ചേക്കാമെന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്. വളരെ കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ, ഈ യുദ്ധം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ചരക്ക് നീക്കം സുഗമാക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെയും പാചകവാതക വിതരണത്തെ അടക്കം ഇത് ബാധിക്കാം. CNG ഉപയോഗിച്ചോടുന്ന വാഹനങ്ങളുടെ ഗതാഗതത്തെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ പച്ചക്കൊടി. റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് അമേരിക്ക താൽക്കാലിക ലൈസൻസ് അനുവദിച്ചു. മാർച്ച് 5 മുൻപ് കപ്പൽ ടാങ്കറുകളിലേക്ക് മാറ്റിയ എണ്ണയ്ക്കാണ് ലൈസൻസ് ബാധകം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യക്ക് താൽക്കാലിക അനുമതി നൽകിയിരിക്കുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു അനുമതിയല്ല, വളരെ ഹ്രസ്വകാലത്തേക്കുള്ള അനുമതിയാണ് എന്ന് ആ വാക്കുകളിലൂടെ വായിച്ചാൽ വ്യക്തവുമാണ്. നിലവിൽ മാർച്ച് 5 മുൻപ് എണ്ണ ടാങ്കറുകളിലേക്ക് മാറ്റിയ അസംസ്കൃത എണ്ണ അത് വ്യാപാരം ചെയ്യാനാണ് റഷ്യയ്ക്ക് അനുമതി. ഏപ്രിൽ 4 വരെ ഈ എണ്ണ ഇന്ത്യക്ക് വാങ്ങുകയും ചെയ്യാം. നിലവിൽ ഇത്തരം ഒരു അനുമതിയിലേക്ക് നയിച്ച സാഹചര്യം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം തന്നെയാണ്. ഈ യുദ്ധം സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ അമേരിക്കയോട് ഇത്തരം ഒരു ഇളവ് ആവശ്യപ്പെട്ടത്. ആ ഇളവ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ലൈസൻസ് അനുവദിക്കുകയും ചെയ്തത്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങൾ. 2, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് ഇത്തരമൊരു ലൈസൻസ് എന്ത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കും. നമുക്ക് ആ 2 കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം, അമേരിക്ക ഇത്തരത്തിൽ ഒരു ലൈസൻസ്, അതായത് നമുക്കറിയാം യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത എണ്ണയുടെ അളവ് 5% താഴെയായിരുന്നു. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഇതിൽ വലിയ തോതിലുള്ള മാറ്റമുണ്ടാക്കി. ഏതാണ്ട് 2024 ഓഗസ്റ്റ് കാലഘട്ടത്തിൽ 42%-ഓളമായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ തോത്. അതായത് ഒരു ഘട്ടത്തിൽ 5% ഉണ്ടായിരുന്നത് അത് റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ 42% വരെ എത്തി. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം കാരണം ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഗണ്യമായി കുറച്ചിരുന്നു. അതിന് അമേരിക്ക ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ പലതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടരാൻ കാരണം ഇന്ത്യ ഇത്തരത്തിൽ എണ്ണ വാങ്ങുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അത്തരത്തിലൊരു വിചിത്ര ന്യായം പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദം
ഇന്ത്യക്ക് മേൽ 2025 ഓഗസ്റ്റിൽ 50% പിഴ തീരുവ ചുമത്തി. പിന്നീട് ഒരു വ്യാപാര കരാറിലേക്ക് എത്തി. ആ വ്യാപാര കരാറിലേക്ക് എത്തുന്നതിന് അമേരിക്ക പ്രധാനമായും ആവശ്യപ്പെട്ടത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഈ എണ്ണ ഗണ്യമായി കുറയ്ക്കണം, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഒരു ഘട്ടം വരെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീട് നേരത്തെ ഏർപ്പെടുത്തിയ പിഴ തീരുവ അത് 18%, പിന്നീട് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് 15%-ലേക്കും മാറി. എന്നാൽ ഇപ്പോൾ മുൻപ് ഉള്ള നിലപാടിൽ നിന്ന് അമേരിക്കയെ മാറി ചിന്തിപ്പിച്ചത് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇതിലൂടെയാണ് എണ്ണ ഗതാഗതത്തിൻ്റെ പ്രധാന സഞ്ചാരപാത. ആ പാത അടച്ചതോടുകൂടി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ആ ആക്രമണങ്ങളിൽ പല റിഫൈനറികളെയും ഇതിനോടകം തന്നെ റിഫൈനറികളിൽ ആക്രമണം ഉണ്ടായി. ആ ആക്രമണം ബാധിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അമേരിക്ക കണക്ക് കൂട്ടുന്ന കാര്യം ഇതാണ്. അതായത് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുക, അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദ തന്ത്രമായി വേണം ഈ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളെ കാണാൻ. ഇത്തരത്തിൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുക, അതിലൂടെ ആഗോള തലത്തിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കുക, അങ്ങനെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന് അമേരിക്ക മുൻകൂട്ടി കാണുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് താൽക്കാലിക ഇളവ് അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ. മറ്റൊന്ന്, നിലവിലെ സാഹചര്യത്തിൽ ഈ താൽക്കാലിക ലൈസൻസ് ഇന്ത്യക്ക് എന്ത് തരം നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നതാണ്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള 40% എണ്ണയുടെയും വരവ്. കടലിടുക്ക് അടച്ചതോടുകൂടി ഇതിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. നിലവിൽ 25 ദിവസം മുതൽ 30 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമേ ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ ഉള്ളൂ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. 25 ദിവസത്തിനപ്പുറം എന്നത് സംബന്ധിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. കിട്ടുന്ന എണ്ണയുടെ അളവ് ഗണ്യമായി കുറയും. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. അത് പിന്നീട് വിലക്കയറ്റത്തിന് ഇടവയ്ക്കും. അത് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ പിന്നീട് ഉണ്ടാക്കുകയും ചെയ്യും. ആ പശ്ചാത്തലത്തിലാണ് ഈ താൽക്കാലിക ഇളവ് ഇന്ത്യക്ക് ഏറെ നിർണായകമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ റഷ്യ ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തിയിരുന്നു. അതായത് മാർച്ച് 5 മുൻപ് ഇത്തരത്തിൽ റഷ്യയുടെ എണ്ണ ടാങ്കറുകളിലേക്ക് മാറ്റിയ അസംസ്കൃത എണ്ണ സിംഗപ്പൂർ കടലിടുക്കിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും വിവിധ സ്ഥലങ്ങളിലായി ഇപ്പോൾ കുടുങ്ങിക്കിടപ്പുണ്ട്. ഈ എണ്ണ ഇന്ത്യയുമായി വ്യാപാരം ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം റഷ്യ വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 95 ലക്ഷം ബാരൽ എണ്ണയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിവിധ സമുദ്രാതിർത്തികളിൽ ഉള്ളത്. ഇത് ഇന്ത്യയിലേക്ക് അയക്കാൻ കാലതാമസം ഉണ്ടാകില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും പുതിയ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കും അതോടൊപ്പം തന്നെ സ്വകാര്യ എണ്ണ കമ്പനികളും റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ 14 ലക്ഷം ബാരൽ എണ്ണ 2 കപ്പലുകളിലായി ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഒരു 2 കോടി ബാരൽ ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലുള്ള കണക്കുകളും പുറത്തു വരുന്നു. എന്തായാലും ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ, നിലവിൽ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്നതാണ് അമേരിക്കയുടെ ഈ താൽക്കാലിക ലൈസൻസ്. ഇടവേള. കളിക്കളം റെഡി.
UPSC സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. വിവിധ വിഭാഗങ്ങളായി 958 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അനൂജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്, രാജേശ്വരി സുവൈക്കാണ് 2ാം റാങ്ക്. മലയാളിയായ ശ്രുതി R 18ാം റാങ്ക് കരസ്ഥമാക്കി. തിരുവനന്തപുരം നരിവാമൂട് സ്വദേശി JS ശ്രീജ 57ാം റാങ്കും നേടി. മലയാളിയായ സിദ്ധാർത്ഥ് M ജോയിക്കാണ് 271ാം റാങ്ക്. കോഴിക്കോട് സ്വദേശി അജയ് R രാജ 109ാം റാങ്ക് നേടി. ജന്മനാ കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥിയായ അജയ് തിളക്കമാർന്ന വിജയമാണ് നേടിയത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സിദ്ധാർത്ഥ് 2ാം റാങ്ക് നേടിയിരുന്നു. ആകാശ് ദൂൽ, രാഘവ് ജുഞ്ചൻവാല എന്നിവരാണ് ഇഷാൻ പട്നർ എന്നിവർ യഥാക്രമം 3ഉം 4ഉം 5ഉം റാങ്ക് സ്വന്തമാക്കി. സിവിൽ സർവീസ് പരീക്ഷയിൽ തിരുവനന്തപുരം നരിവാമൂട് സ്വദേശി JS ശ്രീജയാണ് 57ാം റാങ്ക് നേടിയത്. കഠിനാധ്വാനത്തിലൂടെ നേടിയ വിജയത്തിൽ ശ്രീജയുടെ കുടുംബത്തിന്റെ പങ്കും ഏറെ വലുതാണ്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും അഭിമാനമായി 57ാം റാങ്ക് നേടിയ ശ്രീജ JSന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു സാധാരണ ഗ്രാമത്തിലെ സാധാരണക്കാരായ മാതാപിതാക്കളുടെ സാധാരണക്കാരിയായ ഒരു മകൾ ഈ നാടിന്റെ മുഴുവൻ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് അഭിമാനമായി 57ാം റാങ്ക് നേടിയിരിക്കുകയാണ്. എന്നോടൊപ്പം ചേരുന്നു കുടുംബം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എത്ര വർഷമായി ഇങ്ങനെ ഒരു മോഹം മനസ്സിലുദിച്ചിട്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ 7th സ്റ്റാൻഡേർഡിൽ ഹരിത മാമ ഓൾ ഇന്ത്യ റാങ്ക് 1 മേടിച്ചു. അപ്പം പത്രത്തിൽ വലിയ വാർത്തയായി. അന്ന് മുതലേ ഉള്ളൊരു സ്വപ്നമാണിത്. അപ്പം മെയ് 2024 മുതലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഫോർച്യൂണിലെ സ്റ്റുഡന്റ് ആണ്. അപ്പം ഓൾമോസ്റ്റ് 2 years ആവാറായി പഠിത്തം പൂർണ്ണമായിട്ട് തുടങ്ങിയിട്ട്. അപ്പം പക്ഷെ ഇത് കുറെ നാളത്തെ ഒരു സ്വപ്നമാണ്. അപ്പൊ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഈ സിവിൽ സർവീസിന് വേണ്ടി തന്നെ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കാത്തിരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും സിവിൽ സർവീസ് അത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഏത് തരത്തിലായിരുന്നു പരിശീലനമൊക്കെ? ഫുൾ ടൈം ആയിട്ട് ഈ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അതോ എങ്ങനെയായിരുന്നു? അക്കാഡമിയിൽ പോയതൊക്കെ ഫുൾ ടൈം ആയിരുന്നു? ഞാൻ ഫുൾ ടൈം പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ PCM ക്ലാസ്സസ് ഓൺലൈൻ ആയിട്ടാണ് എടുത്തത്. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ മെയിൻസ് ടെസ്റ്റ് സീരീസും ഇന്റർവ്യൂ ഗൈഡൻസും ഫോർച്യൂണിൽ പോയാണ് ചെയ്തിരുന്നത്. ഏതായിരുന്നു സബ്ജക്ട് മെയിൻ? ഓപ്ഷണൽ എന്റേത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. ഇപ്പൊ ഒരു സബ്ജക്ട് അല്ലേ ഉള്ളൂ? ഒരു ഓപ്ഷൻ ഇല്ല? അതെ, ഒരു ഓപ്ഷനിലാണുള്ളത്. എന്താണ് ഐച്ഛിക വിഷയമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് തന്നെ എടുക്കാൻ ഡിഗ്രിക്കൊക്കെ അത് തന്നെ ആയിരുന്നുകൊണ്ടാണോ അതോ? അതെ, എനിക്ക് സബ്ജക്ട് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്ട് ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ PSIR എടുത്തതും ഓപ്ഷണലായിട്ട് പഠിക്കുന്നത്. മറ്റേ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നത് IFS ആണ് കൂടുതൽ താല്പര്യം. നേരത്തെ തൊട്ടേ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു കമ്പം ഉണ്ടായിരുന്നു? അതെ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് കോളേജിൽ വെച്ചിട്ട് ആ കമ്പം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ 2021 എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു. ഇപ്പൊ കയ്യിലില്ല. അതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീജ JS IFS എന്ന്. എനിക്കൊന്ന് അന്ന് മുതൽ ഇതെന്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ പിന്നീട് MA അത് കഴിഞ്ഞിട്ട് പിന്നെ മെയ് 2024 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീജ JS IFS എന്ന്. അപ്പം ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫോറിൻ സർവീസ് എടുക്കണം. ഇങ്ങനെ നോമ്പ് നടക്കുന്ന സമയമാണ്, ജപമാലയുണ്ട്, അത് ഒരു വലിയ വിശ്വാസമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു സംഭവം. എന്റെ അമ്മയും അച്ഛനും പള്ളിയിലുള്ള ഒത്തിരി ആൾക്കാര് എപ്പോഴും പ്രാർത്ഥിക്കും, കുർബാനയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എന്റെ കയ്യിലും കൊന്തയുണ്ട്. അപ്പം ഞാൻ കൊന്തയും വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കൊന്ന് ഒരു കൊന്തയൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ദൈവമേ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. റിസൾട്ട് വരുമെന്ന് അറിയായിരുന്നു? മാർച്ച് 2 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് മുതൽ എനിക്ക് ടെൻഷൻ എന്ന് വരുമെന്ന്. അപ്പം ഇന്നലെയും റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തോ അറിയാണ്ട് ഒരു ഉള്ളിന്നൊരിത് ഇന്ന് മിക്കവാറും വരുമായിരിക്കും, ഇന്ന് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലതായിട്ടൊന്ന് ഞെട്ടി. കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റിൽ ആയി. നിയോഗമായിട്ട് വെച്ചേക്കായിരുന്നു അല്ലേ? ഇങ്ങനെ നിയോഗം തന്നെയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഇനി എക്സാം എനിക്ക് എഴുതാണ്ട് എനിക്ക് ആദ്യമേ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുക്കണം, 2 ഡിജിറ്റ് റാങ്ക് മേടിക്കണം. ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 15 ആണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അതെനിക്കൊരു ആങ്കർ ആയിരുന്നു. പക്ഷെ 57 കിട്ടിയതിൽ ഞാൻ അതിയായ സന്തോഷമുണ്ട്. അമ്മയും എപ്പോഴും ജപമാല പറയുന്ന ആളാണ്, അച്ഛനും ജപമാല പറയുന്ന ആളാണ്. അപ്പം അവരുടെ വാക്കുകളൂടെ കേൾക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു മോളുടെ ഈ ഒരു പരിശീലനം? എങ്ങനെയാണ് നിങ്ങൾ അതിനെ പിന്തുണ കൊടുത്തത്? നമ്മള് പിന്തുണ കൊടുത്ത് അവളെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടു പഠിക്കാൻ വേണ്ടി. അല്ല, പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയൊരു നേട്ടം മകള് സ്വന്തമാക്കും? ഉറപ്പായിരുന്നു മകൾ അത്രയും വിശ്വാസം? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും. അവള് പഠിത്തത്തിന്റെ കാര്യത്തിൽ സാറുമാരുമായിട്ട് വിളിച്ച് സംസാരിക്കും. ഞാനല്ലേ കൊണ്ടുപോകണത് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലപോലെ അപ്പൊ ദൈവം തന്നെ എന്നോട് പറഞ്ഞു മനസ്സിൽ പറഞ്ഞു. അന്ന് ഇവിടെ നിന്ന് പോയപ്പോഴും പള്ളിയിൽ അച്ഛന്മാരടുത്ത് പറഞ്ഞിട്ട് പോയി
കുർബാന നടത്തണം. അതെല്ലാം അവർ നടത്തി. അവരും പറയുന്നത് അച്ഛൻ എന്താ ചെയ്യുന്നത്? കൂലിപ്പണി. പുത്തന്മാരോടൊപ്പം. ഒരു മകളാണ്, ഒരു മോനുണ്ട്. മോനുണ്ടല്ലേ? മോൻ എന്ത് ചെയ്യുന്നു? മോൻ ഇവിടെ മദ്രാസിൽ പഠിക്കുന്നു. അമ്മയുടെ പേരെന്താണ്? അമ്മ പ്രതീക്ഷിച്ചിരുന്നോ മോൾ ഇങ്ങനെ ഒരു വലിയ നേട്ടം സ്വന്തമാക്കും? അപ്പം എന്താണ് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? എങ്ങനെയാണ് ഇനി ഫോറിൻ സർവീസിലേക്ക് എത്തിയാൽ ആദ്യമായിട്ട് എന്ത് ചെയ്യാനാണ് താല്പര്യം? എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞൂടാ. ഈ സർവീസ് എന്താണെന്നല്ല, അതില് വർക്ക് എങ്ങനെയാണെന്നൊന്നും ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്ക് എക്സൈറ്റ്മെന്റ് വേണം. പുതിയ കാര്യങ്ങൾ അറിയുമ്പോഴും ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതിനകത്തോട്ട് റാങ്ക് കിട്ടിക്കഴിഞ്ഞിട്ടൊരു വലിയ എക്സൈറ്റിംഗ് സംഭവമാണല്ലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എന്ത് വന്നാലും ലൈക്ക് ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. രാജ്യത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും എന്നെ കൊണ്ട് പറ്റുന്നതിനപ്പുറം എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവരോട് എന്താ പറയാനുള്ള ഒരു ഷോർട്ട് ബ്രീഫ്? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, പഠിക്കുക. നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ പറയാൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ റാങ്ക് കിട്ടത്തുള്ളൂ. പക്ഷേ റാങ്കിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഒരു നല്ലൊരു മനുഷ്യനെ തീരുക എന്നുള്ളതാണ്. എന്റെ ഒരു കാര്യത്തിൽ എനിക്ക് എക്സാം എന്നെ തന്നെ മനസ്സിലാക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും ആലോചിക്കുക, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ബാക്കി എല്ലാം നടക്കും. എല്ലാ ആശംസകളും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി അച്ഛാ. ഓക്കെ. കോഴിക്കോട് LSS പരീക്ഷ തീരും മുൻപ് ഉത്തരക്കടലാസ് വാങ്ങിവെച്ചതായി പരാതി. വിദ്യാർത്ഥികളുടെ 45ഓളം മിനിറ്റ് നഷ്ടപ്പെട്ടതായാണ് ആക്ഷേപം. തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് സ്കൂളിലെ 20ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് വിദ്യാഭ്യാസ മന്ത്രി, MLA, വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നു. ടീച്ചർ വന്നപ്പോഴേ ചിലരുടെ അടുത്ത് സ്കൂളും പേരും ഒക്കെ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡെസ്കിൽ അടിച്ച് പറഞ്ഞു എക്സാം കഴിഞ്ഞ് 5 മിനിറ്റേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ടെൻഷന് ടൈം വേസ്റ്റായി. ഞങ്ങൾക്കൊന്നും എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് വേഗം പേപ്പർ വാങ്ങിയിട്ട് ടീച്ചർ വേറെ ഹാളിലൊക്കെ പോയി അന്വേഷിച്ചപ്പം ആരും എഴുതി കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ട് ടീച്ചർ വേഗം ഞങ്ങൾക്ക് പേപ്പർ തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഇനിയൊന്നും എഴുതരുത്, നിങ്ങൾ ഇതെല്ലാം വായിച്ചു നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഒന്നും എഴുതാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ LSS സെക്കൻഡ് പാർട്ട് എക്സാം 3:30 വരെ ആയിരുന്നു. 1:30 മുതൽ 3:30 വരെ. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന ടീച്ചർ 2:45 പറഞ്ഞു ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, എല്ലാവരും വേഗം എഴുതാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ വേഗം എഴുതി തീർത്തു. 2:55 ഒക്കെ ആയപ്പോഴത്തേനും ഫസ്റ്റ് റോൾ നമ്പറിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി. അത് കഴിഞ്ഞ് എല്ലാവരും വാങ്ങി വെച്ചിട്ട് ടീച്ചർ പുറത്തു പോയി വന്നിട്ട് ഞങ്ങൾക്ക് പേപ്പർ തന്നിട്ട് പറഞ്ഞു ഇതിലാരും ഒന്നും എഴുതാൻ പാടില്ല, പെൻ ഡൗൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും എഴുതിയില്ല. ഞങ്ങൾ വെറുതെ വായിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ 3/4 മണിക്കൂറാണ് വേസ്റ്റ് ആയത്. നമ്മൾ 5-6 മാസത്തെ കഠിന ശ്രമം തന്നെയാണ്. കുട്ടികളുടെ ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതിന് വളരെയധികം സമയം മാറ്റിവെച്ചിട്ട് തന്നെയാണ് ഈ LSS പരീക്ഷയ്ക്ക് കുട്ടികളെ പ്രാപ്തരാക്കിയിരുന്നത്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്ക് 45 മിനിറ്റോളം സമയം വേസ്റ്റ് ആവുക എന്ന് പറയുന്നത് തന്നെ അത് നമുക്കൊന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഇപ്പൊ ടീച്ചറിന് അബദ്ധം പറ്റിയതാണെങ്കിൽ തന്നെ അത് തിരുത്താനുള്ളൊരു അവസരവും അവിടെ ഉണ്ടായിരുന്നു. അതും ടീച്ചർ ഉപയോഗപ്പെടുത്തിയില്ല. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മുടെ കുട്ടികളുടെ അത്രയും സമയവും അത്രയും ദിവസത്തെ അധ്വാനമാണ് വേസ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ന്യായമായ ഒരു നീതി കിട്ടണം എന്ന് രക്ഷിതാക്കളും കുട്ടികളും ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ടീച്ചർ ഇത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ടീച്ചറിനെതിരെ കർശനമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയുമായുള്ള കൂടിക്കാഴ്ചയിലും പ്രതിഷേധം തുടർന്ന് G സുധാകരൻ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്ന ആവശ്യം സുധാകരൻ നിരാകരിച്ചു. പലകുറി അപമാനിതനായപ്പോൾ എവിടെയായിരുന്നുവെന്നാണ് സുധാകരൻ ചോദിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചതിനു ശേഷവും G സുധാകരൻ കടുത്ത നിലപാടിൽ തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ N ഹരിശങ്കർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പുന്നപ്രയിലെ വസതിയിലെത്തി G സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ആ വിഷയത്തിനകത്ത് കൃത്യമായി G സുധാകരൻ ഒരു കടുത്ത നിലപാടിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത്
ഈ മെമ്പർഷിപ്പ് പുതുക്കണമെന്നുള്ള അഭ്യർത്ഥന ഇന്നും അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി താൻ അപമാനിതനായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അപമാനിതനായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നുള്ള മറുചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായ അപമാനങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴും അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ CS സുജാതയ്ക്കോ അല്ലെങ്കിൽ N ഹരിശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കോ ഇന്ന് അദ്ദേഹത്തെ കണ്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ G സുധാകരൻ കൂടുതൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇവരുമായി അത്തരത്തിലുള്ള വിഷയങ്ങൾ പങ്കുവെക്കാനായി അദ്ദേഹം തയ്യാറായില്ല. മൊത്തത്തിൽ നേരത്തെ സംസ്ഥാന സെക്രട്ടറിയോട് തുടർന്ന് അതേ ഒരു രീതിയിലുള്ള മൗനം തന്നെയാണ്, ഒരു കൃത്യമായ ഒരു മറുപടി നൽകാത്ത മൗനം തന്നെയാണ് G സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം ഇന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഗതിയിൽ മാധ്യമങ്ങൾ ചെന്നാൽ അദ്ദേഹം പുറത്തിറങ്ങി വന്ന് പ്രതികരിക്കാത്ത വിഷയമാണെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊരു മറുപടി എങ്കിലും പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇത് വീടിനകത്ത് നിന്ന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ, പുറത്തേക്ക് വന്നൊന്ന് അഭിമുഖീകരിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് കടുത്ത പ്രതിഷേധത്തിന്റെ തന്നെ സൂചനയാണ്. സാധാരണഗതിയിൽ G സുധാകരൻ അങ്ങനെയല്ല, എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ അത്തരമൊരു തീരുമാനത്തിലല്ല, മറിച്ച് അദ്ദേഹം കണക്ക് കൂട്ടിയുള്ള ഒരു പ്രതിഷേധത്തിൽ നിൽക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് CPM-ന്റെ ഭാഗത്തു നിന്ന് CS സുജാതയും N ഹരിശങ്കറും അടക്കമുള്ള ആളുകൾ അവർ G സുധാകരനുമായി നോക്കുമ്പോൾ അവർ വളരെ ജൂനിയർ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ്. ഒരു ഗുരുശിക്ഷ ബന്ധം പോലെയുള്ള ബന്ധങ്ങൾ ഉള്ളവരാണ് അവരൊക്കെ തമ്മിൽ. അതുകൊണ്ട് തന്നെ അത്തരമൊരു കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് സുധാകരനെ അനുനയിപ്പിക്കാനായി കൂടിക്കാഴ്ച ഫലം ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും നാളെ മുഖ്യമന്ത്രി ആലപ്പുഴയിലുണ്ട്. അദ്ദേഹം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ G സുധാകരന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട യാതൊരു അയവും ആ സംഭവത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ആ ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ മാനസികാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ജോയിക്ക് മാത്രമായി തിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ പോലും മാറുന്നതാണെന്നും ഇത് ശരിയായ രീതിയല്ലെന്നും കമ്മിറ്റി അംഗം കരമന ഹരി വിമർശിച്ചു. സെക്രട്ടറി പദം ആരുടെയും അട്ടിപ്പേർ അവകാശമല്ലെന്നും വിമർശനമുണ്ടായി. മുസ്ലിം ആയതുകൊണ്ടല്ല റഹീബിനെ സെക്രട്ടറിയാക്കിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPM-ൽ നിന്ന് പുറത്താക്കിയ PK ശശിക്കെതിരെ പാലക്കാട്ടെ പാർട്ടി നേതാക്കൾ രംഗത്ത്. തനിക്കെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളിൽ ശശിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. ആരോപണം ഉന്നയിച്ചവർ തെളിവുകൾ പുറത്തുവിടണം. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും VD സതീശനും PK ശശിയുടെ തീവ്രത അളക്കട്ടെ എന്നും സുരേഷ് ബാബു പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിലെ ഓരോ സഖാക്കളെയും അതാത് സമയങ്ങളിൽ തെറ്റ് തിരുത്തിക്കാനുള്ള നടപടി എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഖാക്കളെ കറക്റ്റ് ചെയ്യാനാണ് നടപടി സ്വീകരിക്കുന്നത്. കറക്റ്റാക്കാത്തവർക്ക് ഇന്നലെ ശശിക്കുള്ള ഒരു ഗതിയായിരിക്കും ഉണ്ടാവുക. ഇപ്പം ശശിയെ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പലരും ചോദിച്ചല്ലോ ഇത്ര കാലം എന്താ നടപടിയെടുക്കാത്തതെന്നൊക്കെ. അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വയം നശിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ വാശിയിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അയാൾ എന്താ പറയുക, കാവ്യനീതി ഉണ്ടല്ലോ, അത് അനുഭവിച്ചേ മതിയാവും. പാർട്ടിയിൽ ഇത്ര ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു നേതാവ് ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും അമിതമായ ലാളന കൊണ്ടാകാം പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്നുമായിരുന്നു MN കൃഷ്ണദാസിന്റെ വിമർശനം. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിക്ക് ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയിൽ ആളനി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളിന് കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ.
ശശി പുറത്തായതോടെ സ്ത്രീകൾക്ക് ധൈര്യമായി പാർട്ടി ഓഫീസിലേക്ക് വരാമെന്നായിരുന്നു മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ പ്രതികരണം. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ PK ശശി എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം തറവാട്ടിൽ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ ഇതിനകത്തേക്ക് കാലുകുത്തില്ല. പേടിയാണ്, ഭയാണ്. എത്ര വനിതകൾ, അവരെല്ലാം ലോക്കൽ കമ്മിറ്റികൾ വർക്ക് ചെയ്യും. മണ്ണാർക്കാട്ടേക്ക് ഒരു പരിപാടിക്ക് പോകാൻ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ പോവില്ല. ഇവിടെയുള്ള ആളുകളുടെ സ്വഭാവം അതായതുകൊണ്ടാണല്ലോ, മുൻകാല അനുഭവങ്ങളുണ്ട്. ഇനി അവർക്കൊക്കെ ധൈര്യസമേതം ഈ ഓഫീസിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമാണ് ഇന്ന് ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഏറെ സന്തോഷവാന്മാരാണ്. വലിയ സംതൃപ്തി ഞങ്ങൾക്കുണ്ട്, ആവേശം ഞങ്ങൾക്കുണ്ട്. വരും കാലങ്ങളിൽ മണ്ണാർക്കാട്ട് CPIM-ന്റെ പ്രവർത്തനത്തിൽ അത് ബോധ്യപ്പെടും പൊതുസമൂഹത്തിന്. വിഭാഗീയത നേതാവാണ് ശശിയെന്ന് ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവൻ വിമർശിച്ചപ്പോൾ പാർട്ടി ഓഫീസ് ഫണ്ട് തട്ടിപ്പിലും സഹകരണ ബാങ്കിലെ വഴിവിട്ട നിയമനങ്ങളുടെ പേരിലുമാണ് ശശിക്കെതിരെ നടപടിയെടുത്തതെന്നായിരുന്നു DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീന്റെ ആരോപണം. PK ശശി നേതൃത്വം നൽകുന്ന കൂട്ടായ്മയെ തള്ളി ഒറ്റപ്പാലത്തെ CPM വിമതർ 2006 ജില്ലയിലെ പാർട്ടിയെ ശശിയും സംഘവും എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് കൃത്യമായി അറിയാം. ആരെങ്കിലും പറയുന്നിടത്ത് പോകില്ലെന്നും വിമത കൂട്ടായ്മയുമായി സഹകരിക്കില്ലെന്നും സ്വതന്ത്ര മുന്നണി നേതാവ് SR പ്രകാശ് പ്രതികരിച്ചു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ചിറ്റൂർ MLA-യും വൈദ്യുതി മന്ത്രിയുമായ K കൃഷ്ണൻകുട്ടി. പുതിയ തലമുറയ്ക്ക് വഴിയൊരുക്കണം, ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്നും അദ്ദേഹം ന്യൂസ് 18-നോട് പറഞ്ഞു. തീർച്ചയായിട്ടും 10 വർഷം അങ്ങ് MLA എന്ന നിലയ്ക്കും പിന്നെ 5 വർഷം ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്കും പൂർത്തീകരിക്കുകയാണല്ലോ. ഈ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള വല്ല സ്വപ്നങ്ങളും മണ്ഡലത്തെക്കുറിച്ച് പദ്ധതികൾ? പിന്നെ പദ്ധതികളല്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്ന പദ്ധതികളായിരിക്കണം ഇനി ആസൂത്രണം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരാൾക്കൊരു വീട്ടിൽ 100 രൂപ ചിലവ് 200 രൂപയാണെങ്കിൽ കുടുംബം നിൽക്കും. അപ്പോൾ കുടുംബത്തിന് ഞങ്ങളിപ്പോൾ എൻ്റെ ഒരു മീനാക്ഷി നന്ദൽപ്പാലത്ത് അതിൻ്റെ ഒരു 120 ഫാമിലി എടുത്തിട്ട് തുടങ്ങിയപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 80 വയസ്സായ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാനാണ് ആസൂത്രണം ചെയ്തത്. അപ്പോൾ 500 കാട മേടിച്ചു കൊടുത്തു. തീറ്റ എവിടുന്ന് ബെഡിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 300 മുട്ട കിട്ടും. 300 കിട്ടിയ 3 4 12 1200 രൂപ കിട്ടും. 300 രൂപ ചിലവ് ചെയ്യാൽ 900 രൂപ ആരുടെ പോക്കറ്റിൽ 80 വയസ്സായ അയാളുടെ പോക്കറ്റിൽ വരികയാണ്. അച്ഛനും അമ്മയും മക്കളും മരുമക്കളൊക്കെ എന്ത് സ്നേഹം ഉണ്ടാവും അറിയോ? വരുമാനമുണ്ടെങ്കിൽ അങ്ങനെ ഓരോ അതേപോലെ സാമിൽ 90% വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ട്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മുഴുവൻ മേടിച്ചു കൊടുക്കാൻ. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനി ജാസ്റ്റിയുടെ അപകട മരണത്തിൽ ഒളിവിലായിരുന്ന പ്രതി ഡോക്ടർ സിറിയക് ജോർജ് പിടിയിൽ. വാഗമണിൽ നിന്നാണ് ഡോക്ടർ സിറിയക് പിടിയിലായത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ ജാമ്യം നൽകി വിട്ടയച്ചു. പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന് ജസ്മിയയുടെ മാതാവ് ലിമ പറഞ്ഞു. മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുക. കാരണം ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് മനുഷ്യജീവന് വിലയില്ലാതാവരുതല്ലോ. മോളവിടെ കിടന്ന് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുന്നില്ല. അയാളൊന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് അയാളോട് ഇത്രയും ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അമ്മേ അയാളൊന്ന് ഹോസ്പിറ്റലിൽ, എൻ്റെ ചേച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷമ പോലും അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഇതുപോലും ചെയ്യാതെ ഡോക്ടറല്ലേ, ജീവൻ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ടല്ലേ അതിനവിടെ ഇട്ടിട്ട് പോയത്. എന്തോ അതിൻ്റെ കയ്യിൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ വേണ്ടി, അതിന് വലിയ ആഗ്രഹമൊന്നുമില്ല, കുഞ്ഞാഗ്രഹം, അതുപോലും അതിന് കഴിക്കാൻ പറ്റിയില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടെ. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നാലത്തടുക്കയിൽ വീട്ടമ്മ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്തിന്റെ മാതാവ് ആയിഷ അറസ്റ്റിൽ. വിദ്യാനഗർ പോലീസാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിദ്യാനഗർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജസീലയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നതെന്ന് ആരോപിച്ച് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തി.
മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. തിയേറ്ററിൽ നിന്നുള്ള നിർമ്മാണ വിതരണ വിഹിതം കൂട്ടിച്ചോദിച്ചതിനാണ് വിലക്ക്. ചിത്രവുമായി കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്ക് നിർദ്ദേശം നൽകി. ഏപ്രിൽ 23-നാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത വലിയ താരനിരയോടുകൂടി തിയേറ്ററുകളിൽ എത്താൻ കാത്തിരിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ്. അതിൽ മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെ വലിയ ഒരു താരങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ ചിത്രം 23-ാം തീയതിയാണ്, ഏപ്രിൽ 23-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിനിടയിലാണ് നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നത്. ഒരു ചിത്രം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വിഹിതത്തിൽ 60% ആദ്യത്തെ ആഴ്ചയിൽ 60% നിർമ്മാതാവിന്, 40% തിയേറ്റർ ഉടമകൾക്കും എന്നാണ് കരാറ്. അത് പിന്നീട് രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ നിർമ്മാതാവിന് 55% കുറയുന്നു, മൂന്നാമത്തെ ആഴ്ചയാകുമ്പോൾ 50% കുറയുന്നു. അങ്ങനെയാണ് ഈ വിഹിതം കണക്കാക്കുന്നത്. പക്ഷേ പേട്രിയറ്റ് ഇത്രയും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ചിത്രമാണ്. സാമ്പത്തികമായി വലിയ ചിലവ് തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായത്. പ്രത്യേകിച്ച് സിനിമയുടെ താരങ്ങൾ അത്രയേറെ മൂല്യമുള്ള താരങ്ങളാണ്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു ആനുകൂല്യം നൽകണം. ആദ്യത്തെ 2 ആഴ്ചത്തെ, അതായത് ഈ 50-40 എന്നുള്ളത്, 60-40 എന്നുള്ളത് ആദ്യത്തെ 2 ആഴ്ചയിലും നിർമ്മാതാവായിട്ടുള്ള ആൻഡോ ജോസഫിന് 60% നൽകണമെന്നാണ് തിയേറ്റർ ഉടമകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും എതിർത്തിരിക്കുകയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന. അത്തരത്തിലൊരു സിനിമയ്ക്ക് മാത്രം അത് ഇളവ് നൽകി കഴിഞ്ഞാൽ പിന്നീടും അത് വലിയ മറ്റ് സിനിമാ നിർമ്മാതാക്കളും ഇതേ ആവശ്യവുമായി വരും. അതോടൊപ്പം തന്നെ തിയേറ്റർ പൊതുവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ അടുത്തതായി തിയേറ്ററുകൾക്ക് വലിയ ലാഭമൊന്നും സിനിമകളിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു സിനിമയ്ക്ക്, അതും ഇത്രയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന് ഈ ഒരു ഇളവ് നൽകിയാൽ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് തിയേറ്റർ ഉടമകൾ ഉന്നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ആവശ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാതാവിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ കാത്തിരിപ്പാണ് ഈ സിനിമയ്ക്ക് ഒരുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു നിലപാട് തിയേറ്റർ ഉടമകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് സിനിമ എത്താൻ വീണ്ടും നീളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫിയോക്കിന് കേരളത്തിൽ ഏകദേശം 450ഓളം തിയേറ്ററുകളാണ് ഉള്ളത്. അതേ സാഹചര്യം, അതായത് ഈ സിനിമ റിലീസാകില്ല എന്നുണ്ടെങ്കിൽ ഈ 450 തിയേറ്ററുകളിലും സിനിമ എത്താത്ത സാഹചര്യം, അത് നിർമ്മാതാവിന് വലിയ തിരിച്ചടിയുമായിരിക്കും ഉണ്ടാവുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പായി. ഇതിനു മുൻപ് എംപുരാൻ എന്ന ചിത്രം ഇറങ്ങുന്ന സമയത്തും ഇത്തരത്തിൽ നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ ഫിയോക്കും തമ്മിൽ വലിയൊരു തർക്കവും നിലനിന്നിരുന്നു. വയനാട് തുരങ്കപാത പദ്ധതിക്ക് തുടക്കം. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു. 48 മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പാത യാഥാർത്ഥ്യമായാൽ താമരശ്ശേരി ചുരം ഒഴിവാക്കാനും യാത്രാദൂരം 35 കിലോമീറ്റർ ലാഭിക്കാനുമാകും. മലബാറിന്റെ വികസന രംഗത്ത് ഏറ്റവും വലിയ കുതിപ്പ് നൽകുന്ന പദ്ധതി എന്ന രീതിയിലാണ് തുരങ്കപാതയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ ബ്ലാസ്റ്റിംഗ് കർമ്മം നിർവഹിച്ചത്. ആദ്യ 3 സൈറണുകൾ മുഴങ്ങി. സൈറണുകൾക്ക് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ഒപ്പം ഇതേ സമയത്ത് തന്നെ ഇവിടെ നിന്നും 200 മീറ്റർ അപ്പുറയുള്ള ബ്ലാസ്റ്റിംഗ് സൈറ്റിൽ പാറയുടെ തുരക്കൽ ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ ശബ്ദത്തോടുകൂടിയുള്ള പാറക്കഷ്ണങ്ങൾ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായ തുടക്കം ആയിരിക്കുന്നു. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ കട്ട് ആൻഡ് കവർ എന്ന രീതിയിലാണ് തുരങ്ക നിർമ്മാണം നടക്കുക. കൃത്യമായ അളവിലും ആഴത്തിലും പാറ തുറക്കുന്നതിനായി ആധുനിക റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വിദഗ്ധരായ ഈ ടണൽ നിർമ്മാണത്തിൽ ഏറ്റവും വിദഗ്ധരായ കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കട്ടിയുള്ള പാറ ആയതിനാൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി പുരോഗമിക്കും. 48 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൊങ്കൺ റെയിൽവേയും കിഫ്ബിയും വ്യക്തമാക്കുന്നു. ചില ടണലുകളിൽ നമ്മുടെ സോയിൽ കണ്ടീഷൻ വേരിയിങ് സോയിൽ, അതായത്
മാറി മാറിയുള്ള സോയിൽ കണ്ടീഷൻ ആയിരിക്കും. ചില സ്ഥലത്ത് വളരെ വീക്ക് സോയിലായിരിക്കും, ചിലപ്പോൾ ഹാർഡ് റോക്ക് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. അല്ല എന്നുണ്ടെങ്കിലും ഈ മെത്തഡോളജി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫിലോസഫി. ഇതിൻ്റെ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു റോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പെരിഫറി, എക്സ്പോസ്ഡ് പെരിഫറി, അതിനെ തന്നെ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് മാറ്റുകയാണ്. അതിന് ഷോർട്ട്ക്രീറ്റ് ചെയ്യുന്നു, അതിന് റോക്ക് ബോൾട്ട് ചെയ്യുന്നു, അത് തന്നെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അങ്ങനെ അത് സപ്പോർട്ടിംഗ് സിസ്റ്റം, അതിനുശേഷം ആണ് നമ്മൾ അടുത്ത സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളൊരു കോൺക്രീറ്റ് ലൈനിങ് കൂടെ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം. അതാണ് ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നതെന്ന് തിരുവമ്പാടി MLA ആയ ലിൻഡോ ജോസഫ് പറയുന്നു. ഇലക്ഷൻ സ്റ്റണ്ട് എന്നടക്കം പലരും പരിഹസിച്ച പദ്ധതിയാണ്. ഈ പദ്ധതി എത്തുന്നതോടുകൂടി മലയോര മേഖലയിൽ നിന്നും ആളുകൾ കുടിയിറങ്ങുന്നതിന് പകരം കുടിയേറ്റത്തിന്റെ പുതിയ പ്രവണതയിലേക്ക് വയനാടും കോഴിക്കോടിന്റെ മലയോര മേഖലകളുമൊക്കെ മാറുകയും ചെയ്യുമെന്ന് ലിൻഡോ പറയുന്നു. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തുരങ്കപാത, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കം. അതൊരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം ഫണ്ടിങ്ങിൽ 2134 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജനം അറിയണമല്ലോ. അതിന്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 31, അതായത് 2025 ഓഗസ്റ്റ് 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം കഴിയും. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറയുന്നവർ ഇവിടെ നടക്കുന്ന ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, അത് ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് ഈ കോടിക്കണക്കിന് രൂപ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ചെലവഴിക്കുന്നതല്ലോ. അവരോട് നമ്മൾ എന്താ പറയുക? ഇത്രയും വലിയ നമ്മുടെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രൊജക്ടിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റ്, അതൊരു നിർണായക ഘട്ടമാണ്, ഒരു മെയിൻ. അതായത് പാറ തുരക്കാണ്. ബാക്കി അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് പാറയിലേക്ക് എത്തുക. ആ തുരക്കുന്ന ആ പ്രവൃത്തി അത് ലോകത്തെ അറിയിക്കുക. അത് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കേരളത്തിന്റെ ഫ്യൂച്ചറിന് വലിയ സഹായകരമാവുന്നതാണ്. കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഏറ്റവും വലുതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. 8.73 കിലോമീറ്ററാണ് ഈ തുരങ്കപാതയുടെ ആകെ ദൈർഘ്യം. കിഫ്ബിയിൽ നിന്നും 2134.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 4 വർഷം കൊണ്ട് ഈ പദ്ധതി നടപ്പിലാവും എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും ബംഗളൂരുവിലേക്ക് അടക്കം കോഴിക്കോട് നിന്നുള്ള യാത്ര അനായാസമാകും. വിനോദസഞ്ചാര രംഗത്തും ആരോഗ്യ രംഗത്തും അടക്കമൊക്കെ വലിയ പുരോഗതിയാകും ഈ വയനാട് തുരങ്കപാത സാധ്യമാവുന്നതോടുകൂടി ഉണ്ടാവുക. എന്താണ് മുഖ്യമന്ത്രി ഇന്ന് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച തുരങ്കപാത പദ്ധതി? വിശദമായി നോക്കാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ ഒരു ഇടം ആണ് താമരശ്ശേരി ചുരം എന്നത്. ഒരുപക്ഷെ പലരും ആ വഴി യാത്ര ചെയ്തിട്ടുണ്ടാകും, പലരും ഈ പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തമായൊരു സിനിമാ ഡയലോഗ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. കുതിരവട്ടം പപ്പുവിൻ്റെ ആ ഡയലോഗ് അത് സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ്. എന്തായാലും അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് എങ്കിൽ പോലും ഈ താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര പലർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കാറുള്ളത്. അവിടെ ഒരു തുരങ്കപാത നിർമ്മിച്ചുകൊണ്ട് കിലോമീറ്ററുകളുടെ ലാഭം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി, അതാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ തുരങ്കപാതയ്ക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ടിൻ ട്യൂബ് ടണൽ ആണ് ഇത് എന്നതാണ്. അതായത് ഇരട്ട തുരങ്കങ്ങളിലൂടെയുള്ള യാത്രയാണ് അവിടെ സാധ്യമാകുന്നത് എന്നതാണ്. താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലേക്ക് എത്താം എന്നതാണ് ഈ തുരങ്കപാതയുടെ പ്രത്യേകത. 35 കിലോമീറ്റർ ആണ് ഇങ്ങനെ ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് ലാഭിക്കാൻ പറ്റുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഈ തുരങ്കത്തിൻ്റെ ദൈർഘ്യം എന്നത് 8.73 കിലോമീറ്റർ ആണ് എന്നതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നായി മാറും. കേരള പൊതുമരാമത്ത് വകുപ്പാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം നടത്തുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൽ നിന്ന് കിഫ്ബിയിലടക്കം ഉൾപ്പെടുത്തി ലഭ്യമാക്കുന്ന ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 2006 ആയിരുന്നു തുരങ്കപാത എന്ന ഈ ഒരു ആശയം, അതായത് താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി കൂടുതൽ സുഖകരമാകുന്ന എളുപ്പത്തിലുള്ള ഒരു യാത്ര എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടത്. 2020 ഇതുമായി ബന്ധപ്പെട്ട ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2025 ജൂണിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയും ലഭിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ആണ് ഈ പദ്ധതിയുടെ ദൈർഘ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ആകെ ഈ തുരങ്കപാതയുടെ ദൈർഘ്യം എന്നത് 8.735 കിലോമീറ്റർ ആണ്.
ഇങ്ങനെ ഉള്ള ഈ തുരങ്കപാത കടന്നു പോകുമ്പോൾ 2 ജില്ലകളാണല്ലോ ബന്ധിപ്പിക്കപ്പെടുന്നത്, വയനാട് ജില്ലയും കോഴിക്കോടും. വയനാട് ജില്ലയിലൂടെ 5.58 കിലോമീറ്റർ ആണ് ഈ തുരങ്കപാത കടന്നു പോവുക. കോഴിക്കോട് ജില്ലയിലൂടെ 3.15 കിലോമീറ്റർ. അങ്ങനെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുകയാണ് ഈ തുരങ്കപാത എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് മീനാക്ഷി പാലം വരെയാണ് തുരങ്കപാതയുടെ പ്രധാന ദൈർഘ്യം എന്നത്. അവിടെ മാത്രം 8.11 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി പറയേണ്ടത്. ചൂരൽമല സ്റ്റേറ്റ് ഹൈവേയുമായിട്ടാണ് ഈ തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത് എന്നതും എടുത്തു പറയണം. മറിപ്പുഴ, മുത്തൻപുഴ, ആനക്കാമ്പൊയിൽ റോഡുമായാണ് തുരങ്കത്തിൻ്റെ കോഴിക്കോട് ഭാഗത്തെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ ഇരട്ട തുരങ്കങ്ങളുടെ ദൈർഘ്യം എന്നത് 8 കിലോമീറ്ററിൽ അധികം ആണ് എന്ന് പറയുമ്പോൾ 2 തുരങ്കങ്ങൾ തമ്മിൽ ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും എന്നതും കൂടി എടുത്തു പറയാം. മറ്റൊന്ന്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാനപ്പെട്ട പാലങ്ങൾ ഈ തുരങ്കപാതയുടെ ഭാഗമായി തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. 3 ചെറുപാലങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കേണ്ടതായി വരും.